തെരുവ് നായ്ക്കളുടെ കേന്ദ്രമായി കാസർഗോഡ് ജനറൽ ആശുപത്രി. രാത്രി സമയങ്ങളിൽ ആശുപത്രിക്ക് അകത്തും തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാണ്. ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന്. പറഞ്ഞു നടക്കുന്ന സാധനങ്ങൾ എടുത്തെടുക്കുന്നത് ഇവിടെ സാധനം ഇതാണ് അടുത്ത അവസ്ഥ. ചിരിക്കുന്നത് ഇവിടെയാണ്. സാരൻ സുരേഷ് വിവരങ്ങളുമായി ചേർന്നുണ്ട്. സാരംഗെ, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ആശുപത്രിക്ക് അകത്തും പുറത്തുമൊക്കെ നായ്ക്കൾ അങ്ങനെ സ്വൈര്യവിഹാരം നടത്തുന്നത് ഒന്നും രണ്ടും ഒന്നുമല്ല, എണ്ണിയാൽ തീരാത്ത അത്രയുണ്ട്. ഈ ആശുപത്രി അധികൃതർ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? എന്താണ് അവസ്ഥ? മോത്തി, നിലവിൽ രാവും പകലും ഇല്ലാതെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ രോഗികളെക്കാൾ അധികം തെരുവുനായ്ക്കളാണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഇതിനിടെ കഴിഞ്ഞ ദിവസം പൈവളിക സ്വദേശിയായ 1.5 വയസ്സുകാരന് തെരുവുനായുടെ കടിയേറ്റ് ചികിത്സയ്ക്കായി എത്തിക്കുന്ന സമയത്ത് പോലും കാഷ്വാലിറ്റിക്ക് മുൻപിൽ പോലും വലിയ തെരുവുനായ്ക്കളുടെ കൂട്ടമാണ് കാണാൻ സാധിച്ചത്. അത് രാത്രിയാകുന്ന സമയത്ത് OPക്ക് മുൻപിലേക്കടക്കം തെരുവുനായ്ക്കൾ എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു. സുരക്ഷാ ജീവനക്കാരുടെ ജീവനടക്കം ഭീഷണിയാകുന്ന തരത്തിലേക്കാണ് ഇവിടെ തെരുവുനായ്ക്കൾ സ്വൈര്യവിഹാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് നഗരസഭയ്ക്കും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വകുപ്പുമായി ബന്ധപ്പെട്ട ആളുകൾക്കും ആരോഗ്യ വകുപ്പിനടക്കം ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെയും കാര്യമായ നടപടികളൊന്നും എടുത്തിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തെരുവുനായയുടെ കടിയേറ്റ് ഇവിടെ എത്തുന്ന ആളുകൾക്ക് വീണ്ടും കടിയേൽക്കുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, പ്രായമായവർ തൊട്ട് കുട്ടികൾ വരെ എത്തുന്ന ഒരു ആശുപത്രിയാണിത്. അവിടെയാണ് ഈ രീതിയിൽ വലിയ തോതിൽ ഒരു 10-50ഓളം തെരുവുനായ്ക്കളുടെ ഒരു സംഘം സ്വൈര്യവിഹാരം ആശുപത്രി പരിസരത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മോട്ടി, എത്രയും പെട്ടെന്ന് തന്നെ അധികൃതരുടെ ഇടപെടൽ ഉണ്ടാകണമെന്നത് തന്നെയാണ് അവിടെ എത്തുന്ന രോഗികളുടെയും അവരുടെ കൂട്ടിരിപ്പുകാരുടെയും പ്രധാനപ്പെട്ട ആവശ്യം. ശരി.